ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ആ പഠിച്ചതിന് ശേഷം അവസാനമായി ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. എന്തായിരുന്നു? ഒരേ വാക്കുകൾ വരുന്ന അതുപോലെ തന്നെയുള്ള കുറച്ച് വാക്കുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ ആരും അതിനൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള മറുപടി തന്നില്ല എന്നത് വളരെയധികം ശ്രദ്ധേയമായൊരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഒരുപക്ഷെ നിങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാണുകയില്ല, അല്ലെങ്കിൽ കുറച്ച് പേര് ശ്രമിച്ചിട്ട് അത് കണ്ടുപിടിക്കുവാൻ സാധിച്ച് കാണുകയില്ല, അല്ലെങ്കിൽ മറ്റു രീതിയിൽ ചിന്തിച്ച് കാണും. കുറച്ച് പേര് അടുത്ത ക്ലാസ്സിൽ ഇടുമല്ലോ, അന്നേരം അറിയാമല്ലോ എന്ന് ചിന്തിച്ച് കാണും. അങ്ങനെ ചിന്തിച്ച് കാണുന്ന ഈ മൂന്ന് രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്കതിനെ കാണാമില്ലേ? പക്ഷേ നിങ്ങളത് ചിന്തിക്കണം. അതിനെക്കുറിച്ച് നിങ്ങൾ പറയുവാൻ ശ്രമിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ കേൾക്കാമെന്ന് ഓർത്തിരുന്നവരോടാണെങ്കിൽ, അങ്ങനെയുള്ളവരാണെങ്കിൽ അവരോട് അതിന് മറുപടിയായി ഞാൻ ചോദിക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ മേ എന്ന വാക്ക്? മേ വെൻ ഡു വി യൂസ് മേ? നമ്മളെപ്പോഴാണ് മേ ഉപയോഗിക്കുന്നത്? മേ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ടു ആസ്ക് പെർമിഷൻ, ഒരു അനുവാദം ചോദിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ മേ ഉപയോഗിക്കുന്നത് അല്ലേ? അത് എന്ന് പറഞ്ഞാലോ, മേ ഉപയോഗിക്കുമ്പോൾ മേ കമിൻ സർ, നമ്മളൊരു ഓഫീസിന് മുന്നിൽ ചെന്ന് നിന്നിട്ട് അപ്പോൾ അകത്തേക്ക് ചെല്ലുന്നതിന് പെർമിഷൻ ചോദിക്കുന്നത് മേ കമിൻ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്ന്, ഇല്ലേ? ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുന്നതിന്, അനുവാദം ചോദിക്കുന്നതിന് നമ്മൾ മേ ഉപയോഗിക്കും. അല്ലെങ്കിൽ നമ്മൾക്ക് പറയാം മേ ഗോ, ഞാൻ പൊയ്ക്കോട്ടെ. അങ്ങനെ അനുവാദം ചോദിക്കുന്നതിന് വേണ്ടി നമ്മൾ മേ ഉപയോഗിക്കും. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഈ മേ നമ്മൾ ഈ വാക്ക് തന്നെ നമ്മൾ മറ്റൊരു സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മേ കുട്ടി, മേ ഗോഡ് ബ്ലസ് യു, മേ ഗോഡ് ബ്ലസ് യു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഏത് സമയത്താണ്? അനുവാദം ചോദിക്കുന്നതിനാണോ നമ്മൾ മേ ഉപയോഗിച്ചത്? ആ സെയിം മേ തന്നെയല്ലേ നമ്മൾ ഇവിടെയും ഉപയോഗിച്ചത്? മേ എന്തിനാണ്? ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലേ? ആശംസകളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മേ നമ്മൾ ഉപയോഗിച്ചു. അതുപോലെ മേ യു വിൻ ദി എക്സാം, നിങ്ങൾ ആ പരീക്ഷയിൽ വിജയിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. അങ്ങനെ ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടിയും നമ്മൾ ഈ മേ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇത് രണ്ട് കാരണങ്ങളായ ഞാൻ പറഞ്ഞു, ഒരു വാക്ക് നമ്മൾ മൂന്ന് സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഉപയോഗിച്ച് വരുമ്പോൾ അതിന് മൂന്നർത്ഥമായി പോകും. പക്ഷേ ഇത് നമ്മൾ വാക്കുകൾക്ക് യാതൊരു വ്യത്യാസവുമില്ല, അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ ഇതുപോലെ തന്നെ ഈ വാക്ക് മേ എന്ന വാക്ക് ഒരിക്കൽ കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, വേറൊരു സമയത്ത് കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് എപ്പോഴാണെന്നറിയാമോ? സാധ്യതകളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി. സാധ്യതകൾ, അതെന്താണ് സാധ്യത? സാധ്യത എന്ന് പറഞ്ഞാൽ ഇന്ന് മഴ പെയ്തേക്കാം, അതൊരു സാധ്യതയാണ്. ഇറ്റ് മേ റെയിൻ ടുഡേ, ഇന്ന് മഴ പെയ്യുമായിരിക്കും, നമുക്ക് ഉറപ്പില്ല. സാധ്യതയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇറ്റ് മേ റെയിൻ ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് മഴ പെയ്യുമായിരിക്കാം. അല്ലെങ്കിൽ ഐ മേ നോട്ട് കം ടുമോറോ, ഞാൻ നാളെ വരികയില്ലായിരിക്കാം, ഞാൻ നാളെ വരുവല്ലായിരിക്കും കേട്ടോ എന്ന്, ഞാൻ നാളെ വരുവല്ലായിരിക്കും. നമ്മൾ സംസാരിച്ച് വരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയുന്നതാണ് ഞാൻ നാളെ വരികയില്ലായിരിക്കാം എന്നൊരു സാധ്യത. യു മേ ഗെറ്റ് ഫസ്റ്റ് ക്ലാസ്, നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുമായിരിക്കും. നിങ്ങൾ നല്ലപോലെ എഴുതിയിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുമായിരിക്കും. നല്ലപോലെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടാൻ സാധ്യതയുണ്ട്. ആ ഒരു സാധ്യതയെക്കുറിച്ച് പറയുന്നു. ഈ ഒരു വാക്ക്, മേ എന്ന ഒരു വാക്ക് നമ്മൾ എത്ര സാഹചര്യത്തിൽ എത്ര സമയത്ത് നമ്മൾ ഉപയോഗിച്ചു? മൂന്നും ഉപയോഗിച്ചപ്പോൾ മൂന്ന് അർത്ഥങ്ങളല്ലേ വന്നത്? അർത്ഥം എന്ന് പറഞ്ഞാൽ മൂന്ന് സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിച്ചത് ഈ മേ എന്ന ഒരു വാക്ക് തന്നെയാണ്. പക്ഷേ ഇത് ഉപയോഗിച്ചപ്പോൾ അതിന് വന്ന ആ മാറ്റം കണ്ടോ? ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചപ്പോൾ പെർമിഷൻ ചോദിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. അതേ വാക്ക് തന്നെ നമ്മൾ വേറെ രീതിയിൽ ഉപയോഗിച്ചപ്പോൾ അതിന് എന്താണ്
ആശംസകളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി വന്നു? ആശംസകളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലെസ്സിങ്സിനെ കുറിച്ച് ടു ബ്ലെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മേ ഉപയോഗിച്ചു. അതേ മേ തന്നെ നമ്മൾ വേറൊരു സാഹചര്യത്തിൽ ഉപയോഗിച്ചപ്പോൾ അത് സാധ്യതകളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയും നമ്മൾ ഈ മേ ഉപയോഗിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു 3 സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷേ ഉപയോഗിച്ച് വരുമ്പോൾ 3 രീതിയിൽ അർത്ഥം മാറിപ്പോകും എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഇപ്പം മനസ്സിലായോ? ഈ വാക്കുകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പം അർത്ഥവ്യത്യാസം വന്നു. ഡോണ്ട് എന്ന വാക്കിന് തന്നെ നമ്മൾ വെർബിന് മുമ്പിൽ ഉപയോഗിച്ചപ്പോഴും നൗണിന് മുമ്പിലല്ല പ്രൊനൗണിന് മുമ്പിൽ ഉപയോഗിച്ചപ്പോഴും അർത്ഥവ്യത്യാസം വന്നതുപോലെ തന്നെ മേ എന്നൊരു വാക്ക് നമ്മൾ 3 സ്ഥലത്ത് ഉപയോഗിച്ചപ്പോൾ അല്ലെ 3 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി ഒരു വാക്ക് ഉപയോഗിച്ചത് നമ്മൾ കണ്ടു അല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ ഒരു വാക്ക്. ഇതുപോലെയുള്ള കാര്യങ്ങൾ വേറെയുണ്ട്. ഇതുപോലെ തന്നെ ഈ വാക്കുകൾ തന്നെ പോലെ തന്നെ വരുന്ന വാക്കുകൾ വേറെയുണ്ട്. അതേതാണെന്നറിയാമോ? അതിനുവേണ്ടി ഇനി അടുത്ത ക്ലാസ് വരെ നിങ്ങൾക്ക് ഞാൻ സമയം തരണോ? ഓക്കെ, ഏതായാലും 2 എണ്ണം ഞാൻ തന്നെയല്ലേ പറഞ്ഞത്. ഇനി അതുപോലെയുള്ള ഒരു വാക്കുകൂടെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കിയേ. കണ്ടില്ല എങ്കിൽ ഒന്നും പേടിക്കണ്ട. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒത്തിരി നീട്ടി വലിച്ച് ക്ലാസ് എടുത്തു കഴിഞ്ഞാലും സമയം കൂടിപ്പോകുമ്പോൾ ഈ ക്ലാസ് കാണുവാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് വരും അല്ലേ? എന്നാന്ന് ചോദിച്ചാൽ ഇത് തന്നെയല്ലല്ലോ നമുക്ക് പരിപാടി. നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുവാൻ ഈ ഒരു ചാനലിനെ തന്നെയല്ല നമ്മൾ ആശ്രയിക്കുന്നത്. പല ചാനലുകൾ നമ്മൾ ആശ്രയിച്ചിട്ട് അതിൽ ബെറ്റർ എന്ന് തോന്നുന്നതാണ് നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഏതിൽ നിന്നെങ്കിലും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കിട്ടുമെങ്കിൽ നമ്മൾ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇതിന് ഈ ഒരു മേ എന്നൊരു വാക്കിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തത് മറ്റൊരു വാക്കിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതിനു മുമ്പ് നിങ്ങളത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒന്ന് പറയാൻ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഓക്കെ, നിങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ എല്ലാ പ്രാവശ്യവും പതിവായി പറയുന്നത് പോലെ പറയുകയാണ്. ഈ ക്ലാസ് നമ്മുടെ ചാനലിലൂടെ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ കണ്ടതിന് ശേഷം ഒരു ലൈക്ക്, വെറുതെ ജസ്റ്റ് ഒരു ലൈക്ക് തരുവാൻ ശ്രമിക്കുക. അതിനോടൊപ്പം ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് അധികവും. ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തവർ ഓരോരുത്തരായി തിരിച്ചു വരുന്നതേ ഉള്ളൂ. അവരെ അറിഞ്ഞില്ല നമ്മൾ ഈ ക്ലാസ് വീണ്ടും തുടങ്ങി എന്ന കാര്യം. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തവർ തിരിച്ചു വരുന്നതേ ഉള്ളൂ. ന്യൂ കമേഴ്സ് നമ്മൾക്ക് ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കാണുന്നത്, കൂടുതൽ പേരും ഈ ക്ലാസ് കൂടുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുവാൻ ശ്രമിക്കുക. അതുപോലെ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കാതിരിക്കുക. ഓക്കെ, അതുപോലെ നിങ്ങൾക്കിതുപോലെ ആവശ്യമുള്ളവർ, ഇത് പഠിക്കുവാൻ ആവശ്യമുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി മറക്കരുത് കേട്ടോ. ഓക്കെ, ഗുഡ് ബൈ till we meet again in the next class with this type of words and classes. Okay, goodbye till we meet again in the next class. Bye till then. Bye.